വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുന്നു. അതിനിടയിലുള്ള ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയിലായിരുന്നു കാസർഗോഡ് മുളിയാർ സ്വദേശി യോഗീഷ് എന്ന യുവാവ്. ഒടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെ യുവാവ് ജീവനൊടുക്കി. വീടിന് സമീപത്തെ ഷെഡിലാണ് യോഗീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 18 വർഷമായി KSRTCയിൽ താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. KSRTCയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളിയാർ മജക്കാറിലെ പരേതനായ മഹാലിംഗ പട്ടാളിയുടെ മകനാണ് യോഗീഷ്. കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ താൽക്കാലിക കണ്ടക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് സംഭവം നടന്നതെന്നാണ് വിവരം. യോഗീഷും മാതാവ് ബേബിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് പുതുതായി നിർമ്മിച്ച വീടിന് പിന്നിലെ ഷെഡിൽ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിടുമെന്ന ഭീതിയാണ് യോഗീഷിന്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. അടുത്തിടെയാണ് പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി താമസം മാറ്റിയത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് ആത്മഹത്യ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചുവിട്ടതും മറ്റേനി കുറേ ആൾക്കാരെ പിരിച്ചുവിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോയി പോകുമെന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുന്ന ഒരു കാരണങ്ങളും ഇല്ല. 3-ാം തീയതി ഒരു കോടതി വിധി നമ്മൾ ബദലികൾ മൊത്തം പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു കോടതി വിധി വന്നുകൊണ്ട് നമ്മൾ 18 വർഷം ജോലി ചെയ്ത ആൾക്കാരാണ് KSRTC കൊണ്ട്. നമ്മുടെ ജീവിതം മൊത്തം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചുള്ളതാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഭരണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പം ഭരണത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണത്തിന് വന്ന ആൾക്കാരും ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണുള്ളത്. യോഗീഷിന്റെ മരണം നാടിനെയും ബന്ധുക്കളെയും കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മരണത്തിന്റെ യഥാർത്ഥ കാരണം ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആദൂർ SI കരുണാകരൻ KMയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.